നമുക്കില്ല യാത്ര ചെയ്യുന്ന ഭക്ഷണം നോക്കിയാലോ? ഐഷാക്കുന്ന വേണ്ടേ? മന്തി. മന്തി മധുഹൂത്ത. നമുക്ക് മധുഹൂത്താക്കാം. നമുക്ക് ഫുഡ് കിട്ടുന്നില്ല. റെസിപ്പി പറ. മധുഹൂത്തിന്റെ റെസിപ്പിയിലേക്ക് പോവാം. മധുഹൂത്താക്കാം. ഹെയർ സ്റ്റൈൽ സൈഡിലല്ലേ ഇനി ബേക്ക് കാണിക്കുന്നു. നോക്ക് പറ, റെസിപ്പിയിലേക്ക് പോവാന്ന്. റെസിപ്പി 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 പറയണേ. റെസിപ്പി ഗബ്രേ അല്ല. നമുക്ക് മധുപൂതിന്റെ സാധനം നോക്കണ്ട. നമ്മളെ ക്യാരറ്റ് ഉണ്ട്, നമ്മളെ ക്യാപ്സിക്കം ഉണ്ട്, നമ്മളെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഇത് നമ്മൾ ഓണിയൻ ഉണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. കുറച്ച് ഇതെല്ലാം വേണം. മാഗി ക്യൂബ് മാഗിയാന്ന് പറയണ്ട, പക്ഷെ മാഗി ക്യൂബ്. നമ്മളിപ്പോ ഗ്യാസ് മേലെ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നാ നോക്കലോ. ഫസ്റ്റ് നമ്മളെ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ്. ഓയിൽ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഫ്ലവർ ഒന്നും പറയാനാവില്ല. ചക്ക ഉണ്ട്. അപ്പൊ നമ്മള് പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്നാ ഇടണ്ടേ നോക്കാം. ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, നല്ല ജീരകം, ഇതൊക്കെയാണ് ഫസ്റ്റ് ഇടേണ്ടത്. എനിക്ക് പേടിയാവുന്ന അപ്പൊ നമുക്കില്ല ഓണിയൻ ഇടാം. ഓണിയൻ ഇട്ടു. ഓണിയന് നല്ലോണം സോട്ട് ചെയ്യുക. ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളർ വരുന്നവരെ നല്ലോണം ഒന്ന് വാടിട്ടത്. അപ്പോൾ ഗായ്സ്, ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ റോ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വാട്ടും. ഇതല്ലേ ഇതിലിട്ട് അറിയില്ല. ചെറിയ ജീരകം നല്ല. പിന്നെ ഇതൊന്നിന് മതി, ഇനി പറയണ്ട. നമുക്ക് പൊടികൾ ഇടാം. പൊടി ഇട്ടോളൂ. ഇത് എത്ര കാര്യ? ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾ കുറച്ച്, മഞ്ഞൾ അല്ല ഗൈസ്, മഞ്ഞളോ ഇത് നമ്മളെ മുളക്, കാശ്മീരി ചില്ലി പൗഡർ. കണക്കൊന്നും പറയാൻ അറിയില്ല, സുമാർ പറയുമോ. ഇനി ഒരു ടീസ്പൂൺ കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്കുക. പൊടിയാച്ച മതി.
നമുക്ക് മന്തി അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് നല്ലവണ്ണം വാട്ടുക. മിക്സ് ചെയ്യുക. ആടുന്ന് മാറിക്കുന്നി പൊള്ളു ആയിഷ. ഗായ്സ് പൊടികളൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാടി വന്നാൽ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയാൽ മുളകിൻ്റെതും മല്ലിയുടെയും മഞ്ഞളിൻ്റെ ഒന്നും പച്ച സ്മെല്ല് പോയാൽ പോകുന്നത് വരെ വാട്ടുക. എന്നാ വേണ്ട ആയിഷ? ഇനി നമുക്ക് മാഗി ക്യൂബ്സ് ഇടാം. ഞാൻ 3 ഇടുന്നുണ്ട്. ഉപ്പിട്ടിട്ടേ ഇല്ല ഇതുവരെ. മാഗി ക്യൂബ് ഉപ്പുള്ളത് കാരണം ഞാൻ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. മാഗി ക്യൂബ് ഇട്ടിട്ട് ഉപ്പ് ഉണ്ടോ ഇല്ലോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്താൽ മതി. നമ്മൾ നല്ലോണം വാട്ടി കൊടുക്കണം. അത് നമുക്ക് നല്ല ഈ ടൊമാറ്റോ ജ്യൂസ്, തക്കാളി ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക. തക്കാളി ജ്യൂസ് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ട? ഇനി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഈ ചിക്കൻ്റെ എല്ലാം ഗതിയെ മുറിച്ചിരുന്നു പാവം. ഇനെന്ത് ചെയ്യണ്ടേ? അടച്ചു വെക്കട്ടെ. ഞാൻ കാക്കുകയാണ് ഗൈസ്. എപ്പോൾ റെഡിയാവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ക്യാപ്സിക്കോ ക്യാരറ്റ് വിതറി കൊടുക്കാം. അപ്പോൾ ഇനി അതിലോട്ട് ക്യാപ്സിക്കം ക്യാരറ്റും കൂടി ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. പൊള്ളിച്ചു കൊടുക്കാം. പൊള്ളിച്ചോ? ഗ്യാസ് ചൂടപ്പോൾ പൊള്ളിക്കുക. ഗൈസ് ഞങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആവാൻ പോവുകയാണ്. ലാസ്റ്റ് അടച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ക്ലോസ് ചെയ്ത് വെച്ചു. ഇനി എത്ര സമയം വെക്കണം? ചിക്കൻ വരെ. അപ്പോൾ നമുക്കൊന്ന് ചിക്കൻ വെന്ത് വരുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കാം. ഗൈസ് ഇതാ ഇടയ്ക്കൊന്ന് അതിനെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. കാരണം വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് ചിക്കനിന് വെള്ളം വരും. എന്നാലും ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ്. ഗബ്രോ നീയല്ലേ അറിഞ്ഞു പൊട്ടിച്ചേ? നീ എന്നെ പൊട്ടിച്ചേ? എന്തിന്? എന്ത്? ഇനു അല്ല നീ. ഗബ്ബർ പൊട്ടിച്ചേ. ഗബ്ബർ. എൻ്റെ പേരെന്നാ? എൻ്റെ പേരെന്നാ? എന്താടാ അനങ്ങാത്തിൻ്റെ പേരെന്നാ? പേരെന്ത്? ചൊറിയണ്ടേ? തൊടണ്ടേ? എവിടെ പോ? കാറിലാ? തോക്ക് പൊട്ടി. കളക്ക ദേഷ്യ. എന്തിനാ ദേഷ്യ ഇത്ര? എന്തിനാ ഇത്ര ദേഷ്യ? വെറൈറ്റി
എന്നെ കൊന്നാ. ഗൈസ് ഇവൻ പൊട്ടിച്ച് കളിക്കുന്നു. എനിക്കൊരു ഒടുക്കത്തെ പണി കിട്ടി. ആക്കി കൊടുക്കാം. എന്തിനാടി ഇന്നെ തോക്ക് വെക്കും ഞാൻ ഇന്നെ വെക്കും ഞാൻ ഇന്നെ വെക്കും ഞാൻ വെക്കും. എല്ലാം പൊട്ടി. എടുത്തേക്ക എന്തോ എടുക്കാൻ പോയതാന്ന്. ഇങ്ങ് വായിഞ്ഞി ആയിഷ കൊടുത്തു ഗബ്ബറേ. ആയിഷാണ് വെക്കുന്ന. എന്താ ആയിഷ ഇങ്ങനെ കടന്നിനി? ആയിഷ കൊടുത്തു ഗബ്ബറേ. ഗബ്ബറ ആയിഷാനെ വിളി. വാ ആയിഷ നീച്ച. ആയിഷ ഖലിപ്പിലാണ് ഗൈസ്. ഖലിപ്പ് പെണ്ണാണ് ആയിഷ. ആര്? ആയിഷ എന്താക്കുന്നത്? ചാർജാ? എന്നെ ചാർജ് കുത്തണ്ടേ? ഉമ്മാമ ആയിഷക്ക് കിട്ടി. ആയിഷ 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 അടിച്ചു. ഇന്ന തോക്ക് വെക്കൂടാ ഞാന്. ഗബ്ബറിനെ ഞാൻ വെക്കും തോക്ക്. ആയിഷ നീയല്ലേ പൊട്ടിച്ച് എന്നിട്ട് എന്റെ മോളെ പറയുന്ന. ഓ എന്നാ ചുമക്കുന്ന അന്നെ എനിക്ക് നോട്ടോ. ഞാൻ ഇവിടെ പൊട്ടിക്കൂ കുരുത്തം കെട്ട കുട്ടി. ഐശോ ഹേയ് ഹായ്. ഗബഡു ഗബഡു എന്താക്കുന്നു? ഗബഡു ഗബഡു ഇതെന്നാ ബൈക്കാ ഇത്? ബൈക്ക് പോന്ന ഗബ്ബറ് വീണ. അബ്ബു അബ്ബു ബുവ പോടാ. ബൈക്കാവൂലിത്. ചാവി ചാവി വാങ്ങറ ഗബ്ബർ. എനിക്ക് ഇത് എനിക്ക് മാത്രം ഓടിക്കാൻ പറ്റൂ. ഇനുവിന് കയറാൻ പറ്റൂലോ. സീറ്റില്ലല്ലോ. എടുത്തേക്ക പോന്നേ. എടുത്തേക്ക് പോന്നെ നീ. എടുത്തേക്ക് ഗബ്ബർ എടുത്തേക്ക പോന്നെ ബൈക്കുമേല്. ബീച്ചിലേക്കാ? പടച്ചോനെ ലൈസൻസ് ഉണ്ട് ആയിഷ എനിക്ക്? ഗബ്ബറിന് ലൈസൻസ് ഉണ്ട്? ഗബ്ബറ ലൈസൻസ് എന്താ? ട്രൗസറിൽ ഊരിയാ? അവള് ബൂവാക്കും പോലോന്. പോട് പോട് പോട്. ഗബ്ബറ് ആയിഷ ഇന്റെ കൂട്ടാ ഇത്. അവളെ ബൂവ പോട് പോട്. എന്നിട്ട് ഏലില്ലണേ കുറച്ച് ബാക്കോട്ട് നിന്ന് കൊടുക്ക ആയിഷ നീ. ഗബ്ബറ ജോണി ജോണി പാടിയ ഗബ്ബറ. ഗബ്ബട് പാട്ട് പാടിത്താടാ. ഒരു പാട്ട് പാടിത്താടാ. ഗബ്ബടോട് പാട്ട് പാടിത്ത ഗബ്ബടെ. എന്തിനാ വിചാരിക്കുന്നു? എന്തിനാ ഈ കളി കളിക്കുന്നേ? ഇത് സ്കൂട്ടർ കണ്ടിനാ നീ? ഇത് മറ്റേ ബുള്ളറ്റ് യമഹ.
അപ്പോട്ടെ വണ്ടി പോട്ടെ. ഇതിലുള്ള ചിക്കൻ എല്ലാം മാറ്റിയിട്ട് ഇതാ യെസ് വേറൊരു പ്ലേറ്റിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനാ ഓയിലോ ബട്ടറിലോ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കും. അപ്പം ഇതിലോട്ട് ഇനി വേണ്ടുന്നത്ര വെള്ളം ഒഴിക്കും. ഇപ്പം നമ്മൾ എടുത്തത് 4 ഗ്ലാസ് അരിയാണ്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം, ഒന്നിന് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കില്ല കേട്ടോ നമ്മളെടുക്കുന്ന വെള്ളം. അപ്പോൾ ഇതുവരെ ഉപ്പ് ആ മാഗി ക്യൂബ് ഇട്ടതല്ലാണ്ട് വേറൊരു ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് ഇപ്പം ഉപ്പ് വേണോ നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഗായ്സ് നമ്മൾ മാറ്റി വെച്ച ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് കൂടുതൽ മുളക് പൊടി ഉണ്ടോയെന്നൊരു സംശയം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ഓയിലും. ഉപ്പ് വേണ്ട, little bit of salt. ഗൈസ് കുറച്ച് ഉപ്പ് ഇടുക, കുറച്ച് മതി. കാരണം മസാല എടുത്ത് വെച്ചുകൊണ്ട് ഓൾറെഡി അതിൽ ഉപ്പുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഇടുക, അതിനൊന്ന് മിക്സ് ചെയ്യുക. സീന് കൂടി. ഗൈസ് ഇതാ മിക്സ് ചെയ്തു. ഇതിലോട്ട് ഞാൻ മാറ്റി വെച്ച ചിക്കൻ എടുത്തിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ ഇതിനെ നല്ലോണം മസാലയിൽ മിക്സ് ചെയ്യാം. കാണാൻ നല്ല ഭംഗിയിട്ടിരിക്കണം, തിന്നാൻ അതിലും ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഗൈസ് ചിക്കൻ ആ മസാലയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ നോക്കുന്നത്? ചിക്കനെ നോക്കുന്നത് റെഡിയാകും. ഇപ്പൊ റെഡിയാവും ഇൻഷാ അല്ലാഹ്. നമ്മൾ പൊരിക്കാൻ കുറച്ചാണല്ലോ. ഇതിപ്പോൾ പൊരിച്ചെടുക്കാം ഇൻഷാ അല്ലാഹ്. ലെഗ് പീസ് ആക്കണേ. ലെഗ് ഇല്ലല്ലടാ അതില്. ഏത് ലെഗൊന്നുമില്ല, ഇറ്റ്സ് നോട്ട് ലൈക്ക്. ഏതെങ്കിലും പീസ് പോരാ. അപ്പോൾ ഗായ്സ് ഇതാ പാന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കും. ഓയിൽ ചൂടായി വന്നാൽ ഓരോ ചിക്കൻ എടുത്തിട്ട് ഇതിൽ ഇടാം. പൊട്ടിത്തെറികൾ. അപ്പോൾ ഗായ്സ് എല്ലാ ചിക്കനും ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിനൊന്ന് പൊരിച്ചെടുക്കാം. വേണ്ട വേണ്ട, ഇനിയുണ്ട് 2 എണ്ണം. വലുതാണെങ്കിൽ തോന്നുന്നത്, ചെറുതാണെങ്കിൽ 1.5 കിട്ടും. ചെറുനാണെങ്കിൽ സുർക്കിയ എന്തായാലും പ്രശ്നമില്ല. ഡ്രൈഡ് ലെമൺ, നമ്മളടുത്ത് ഡ്രൈഡ് ലെമൺ ഇല്ലാത്തതുകൊണ്ട്, ഇല്ലാത്തത് കൊണ്ടല്ല, ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത് റൈസിന് നല്ലത്.
ലം ജ്യൂസ് ഒഴിച്ചു. ഞാൻ ഇതിലോട്ട് അതിന് ഉപ്പുണ്ടാ നോക്കാം. ഉപ്പില്ല ഗൈസ്, കുറച്ച് ഉപ്പിടാം. ഇനി നമുക്ക് റൈസും കൂടി ഇട്ടിട്ട് നോക്കാം ഉപ്പുണ്ടോ ഇല്ലയോ. കഴുകി വൃത്തിയാക്കി വെച്ച സെല്ലാർ റൈസ്, 4 കപ്പ് സെല്ലാർ റൈസാണ് എടുത്തത്. ഇത് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചത് കേട്ടോ ഈ സെല്ലാർ റൈസ്. എന്നിട്ട് എടുത്തതാണ്. റൈസ് അരിയിലിട്ട് ഇനി ഉപ്പുണ്ടോ നോക്കിയിട്ട് മൂടി വെക്കാം ഇതിനെ. യെസ്, ഉപ്പുണ്ടോ? അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ഗ്രീൻ ചില്ലി ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിനെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഗൈസ്, ചിക്കൻ ഇതാ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. റൈസും കുക്കായിട്ടുണ്ട്. നല്ലോണം റൈസ് വെന്ത് വന്ന് ഗൈസ്, നമുക്ക് ഈ ചിക്കനാ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാവരും പേർക്ക് ചൂട് ഗൈസ്. ഇതാ നമ്മളിതാ ഇതിൻ്റെ മേലയിൽ ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് വെക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഡയലോഗ് വരാത്ത കഴിക്കാനും ടേസ്റ്റ്. റിപ്പീറ്റ് അടിക്കൂലേ? അപ്പം ഗൈസ് ഇതാ അങ്ങനെ മധുഹൂത്തിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിലാണുള്ളത് ഗൈസ്. അപ്പോൾ ഇതിൽ നോർമലി സ്മോക്കി ഫ്ലേവർ കൊടുക്കൂല, ബട്ട് നമ്മൾ ചെറുതായിട്ട് സ്മോക്കി ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെവർക്ക് സ്മോക്കി ഫ്ലേവർ ഇഷ്ടമാണ്. മധുഹൂത്തിന് നോർമലി കൊടുക്കൂല, നിങ്ങൾക്ക് വേണ്ടിക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ഇതിൻ്റെ ആക്ച്വൽ റെസിപ്പി കൊടുക്കൂല എന്നാണ്. അപ്പം ഗൈസ് നമ്മളിതാ സ്മോക്കി ഫ്ലേവർ കൊടുക്കുകയാണ്. ഇടുമോളെ അപ്പോൾ ഇതാ ഗൈസ് നമ്മളിതാ കണലിട്ടു. ഇനി കുറച്ച് അതിൻ്റെ മേലെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഹോൾസിൽ ഒരു കറാമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട് ഗൈസ്, പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഓപ്ഷണലാണ്. നോർമലി സ്മോക്കി കൊടുക്കൂല, പക്ഷെ ഇവിടുത്തെ എല്ലാവർക്കും സ്മോക്കി ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ടാണ് സ്മോക്കി ഫ്ലേവർ. സ്മെല്ലും വരും. ഇപ്പം ഗൈസ് മധുഹൂത്ത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്മെല്ല് വരുന്നില്ല? കൊറേ സമയം നോക്കിയാലോ, ടേസ്റ്റ് നോക്കാം. മയോണീസ് ഇങ്ങനെ എടുക്കും, ഇങ്ങനെ കുഴക്കും.
ഫസ്റ്റ് ഉണ്ടായിട്ടോ ഇങ്ങനെയുണ്ട്. സൂപ്പർ. എൻ്റെ റെസിപ്പി ആയതുകൊണ്ടായിരിക്കും. ഇനി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ഇഷ്ടമായി പറ്റുന്ന ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം.